ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ അമ്മ അതേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് എല്ലാ ദിവസവും ഇത് പതിവാണ് എക്സസൈസ്. അപ്പോൾ മുറ്റത്ത് കുറച്ച് നേരം നടന്നിട്ട് വരും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ലവ് ബേഡ്സുകൾക്ക് ഫുഡും വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ കണ്ടില്ല. ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ അമ്മ നടന്നിട്ട് വരുന്നതിനിടയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കി വെക്കാമല്ലോ. കടലക്കറിയാണെന്ന്, പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കി വെച്ചു. അമ്മയാണ് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കടലക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ ഈസിയാണ്. അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും പറഞ്ഞിട്ടില്ല. എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതേ കുറച്ച് കടല ഇതുപോലെ മാറ്റി വെച്ച് തണുക്കുമ്പോഴേക്കും ഞാൻ കടലക്കറിയിലേക്ക് ഈ ഒരു കടലയും കൂടെ അരച്ച് ചേർത്ത് കൊടുക്കും. അങ്ങനെ ചേർക്കുമ്പോഴേക്കും കറിക്ക് നന്നായിട്ടൊരു കൊഴുപ്പൊക്കെ വരും കേട്ടോ. ആ ഒരു കട്ടിയായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. മോനെ TC വാങ്ങാനായിട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ അത് മാത്രമല്ല വൈകുന്നേരവും പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് എന്തായാലും ജോലി തീർക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നിൽക്കുകയാണ്. പിന്നെ അതുകൊണ്ട് ഞാൻ ആദ്യം കടലക്കറി വെച്ചിട്ട് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ തിരുകി കൊടുത്തു കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു 9:30 കഴിയുമ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഉച്ചത്തേക്കുള്ള എന്തെങ്കിലും കൂടെ അമ്മയെ ഹെൽപ്പ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് ഞാൻ തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ അപ്പോഴേക്കും അച്ഛൻ കൊഞ്ചൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പുരട്ടിയെടുക്കുന്ന ഒരു കൊഞ്ച് റോസ്റ്റാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ എനിക്ക് പെട്ടെന്ന് കൊഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊഞ്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛന്. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് പോകാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ലേറ്റായി കഴിഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന് നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിൽ ഇതുപോലെ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളിക്കുമല്ലോ, ഐസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിൽ അത് ഐസൊക്കെ ഒന്ന് ഇളക്കി നോക്കിയതാണ്. അപ്പോൾ അതിന് ശേഷം വന്ന കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റിയിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നേരെ ഞാനും മോനും കൂടെ മോൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് TC മേടിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി TC കിട്ടാൻ വെച്ചിട്ട് പാടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും TC ഇതുവരെ കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീസണൊക്കെ പറഞ്ഞ് ടീച്ചറിനോട് റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പുതിയ സ്കൂളിൽ വന്ന് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് എൻ്റെ ഒരു ഡ്രസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്യാനെടുത്തു. അപ്പോൾ ഇന്ന് പുറത്തെ വർക്ക് ചെയ്തിട്ടില്ല, എൻ്റെ തന്നെയാണ്. കാരണം ഇത് കുറേ നാളായിട്ട് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ നൈറ്റി തയ്ക്കുന്നതിന് പകരം ഞാനതൊരു ഫ്രോക്ക് മോഡലായിട്ട് തയ്ച്ചെടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ നൈറ്റി ഇടാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല നൈറ്റി ഇടാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ ഒരേ നിരപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് വന്നിട്ടുണ്ട്. അത് കാരണം ആദ്യം തന്നെ താഴെ ഫ്രില്ലിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നേരെ തന്നെ ആ ഡിസൈൻ ഇരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ട് പിന്നെ ബോഡി കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ കഴുത്തിൽ ചെറിയൊരു വീനൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കും, വലിയ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഡ്രസ്സുകളും ഇനി എല്ലാം തയ്ച്ചെടുക്കണമെന്ന് കരുതി ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിലൊരു ഫ്രോക്ക് തയ്ച്ചെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മോൻ ഓടി വന്ന് പറഞ്ഞത്, അമ്മ ഓടി വന്നു, നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കുഞ്ഞൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ഒരാൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന്. അപ്പോൾ പിന്നെ അവൻ നേരെ ഫോൺ കൊണ്ടുപോയി അവൻ തന്നെ വ്ളോഗ് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സൗണ്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ തന്നെ പറയും, എന്തായാലും നോക്കി കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ലവ് ബേഡ്സ് മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് ഇപ്പോൾ അതാ കുഞ്ഞുങ്ങളെ ഇറങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞതിഥി വന്ന വലിയ സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ. ശരിക്കും ഇത്രയും അടുത്ത് 3 ലവ് ബേർഡ്സിൻ്റെ ചെറിയ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് കേട്ടോ. മുന്നേ ലവ് ബേർഡ്സൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും കൂട് കുറച്ച് പൊക്കത്തിലിരിക്കുന്നത് കാരണം ഈ കുഞ്ഞിനെ അധികം അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ താഴത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കുഞ്ഞുങ്ങളെ നന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അധികം എന്തായാലും പോയി അവരെ ശല്യം ചെയ്യാറില്ല. അപ്പോൾ ഒന്ന് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊന്ന് പോയിന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ വീണ്ടും ദേ വന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പം ചെറിയൊരു ഫ്രോക്ക് ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അതിൽ പ്രത്യേകിച്ച് വലിയ മോഡൽസ് ഒന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നാണ് കേട്ടോ. നന്നായിട്ട് ഉറങ്ങിപ്പോയി. ആ നേരം ഭയങ്കര മഴയായിരുന്നു. മഴ സമയത്ത് അത്രയും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ 3 മണി കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും പിന്നെ എണീറ്റ് ചോറൊക്കെ കഴിച്ച് മഴയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെളിച്ചം തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിലും ഒക്കെ നല്ല ഇരുട്ടായിട്ട് കിടക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് വലിയ മഴയാണ് പെയ്തത്. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാനും മോനുമായിട്ട് വീണ്ടും അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അമ്മൂമ്മയുടെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തി. ഇറങ്ങിയപ്പോഴേ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് വീണ്ടും മഴ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. പിന്നെ മഴ തീർന്നിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാരണം കുറച്ച് നേരം അമ്മൂമ്മയുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് രാമചന്ദ്രനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, സ്കൂൾ ഐറ്റംസൊക്കെ നോക്കി. അപ്പോൾ വലുതായിട്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഐറ്റംസ് കുറവായിട്ട് തോന്നിയ കാരണം അധികം ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് കുറച്ച് പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനും പിന്നെ ഒരിടത്ത് കയറാനും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് വീടെത്തിയപ്പോൾ തന്നെ ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.